ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പാൽ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ കപ്പിൻ്റെ 1/4 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് 1/4 കപ്പ് അളവ് കോൺഫ്ലോർ ആണ്. ഈ ഒരു കോൺഫ്ലോറിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാല് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഞാനിവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു രീതിക്ക് കലക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ എളുപ്പത്തിൽ കലക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിക്കോളൂ. ചൂടായി വരും തോറും ആ ഒരു കോൺഫ്ലോർ നല്ലപോലെ കട്ടിയായി വന്ന് തുടങ്ങും. ഇപ്പോൾ പാല് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ടേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. ആ ഒരു കോൺഫ്ലോറൊക്കെ നല്ലപോലെ വെന്ത് വരണം. ആ ഒരു സമയം വരെയാണ് ഇത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിന് കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ 1/2 കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കളറിലും ടേസ്റ്റിലും ഒരല്പം വ്യത്യാസം വരും. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊരു മീഡിയം മധുരം മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതിയാകും. അതും കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ കൂടെ കുറുകി പാനിൽ നിന്ന് റിലീസായിട്ട് വരുന്ന ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ പാനിൽ നിന്നൊക്കെ റിലീസായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പാകാവുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് ബ്രെഡോ വീറ്റ് ബ്രെഡോ ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കളയേണ്ട ആവശ്യമില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പം ആ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. സൈഡ് ഭാഗം മാത്രം ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. നടുഭാഗത്ത് പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ എല്ലാം തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. നടുഭാഗം ഇതുപോലെ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മളുടെ പാലിൻ്റെ ആ ഒരു മിക്സാണ് വെച്ച് കൊടുക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഒട്ടിക്കാനായിട്ട് നമുക്കിവിടെ മൈദയുടെ ഒരു മിക്സ് ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവ് മൈദ 2.5 ടേബിൾ സ്പൂൺ അളവ് വെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കട്ടിയായിട്ടാണ് വേണ്ടത്. അത് ഇതുപോലെ ബ്രെഡിൻ്റെ ആ ഒരു 4 ഭാഗത്തും ഒന്ന് കൈ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൈദയുടെ കൂട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ഭാഗത്തും നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ മൈദയുടെ കൂട്ട് വെച്ചത് കൊണ്ട് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡ് പരത്തി കൊടുത്തത് കൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ എല്ലാം തന്നെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലേക്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് പൊടിച്ചെടുക്കുക. കൈ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പലഹാരം ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് മുട്ടയിലാണ്. നിങ്ങൾക്ക് മുട്ടയില്ലാതെ മൈദയുടെ കൂട്ട് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ മുട്ട ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ബ്രെഡ് സ്ലൈസ് ഈ ഒരു മുട്ടയിൽ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു സൈഡ് ഭാഗമൊക്കെ നല്ലപോലെ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പം ഇതുപോലെ മുട്ടയിൽ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള മുട്ട ഒന്ന് കളഞ്ഞതിന് ശേഷം കോൺഫ്ലേക്സിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാ ഭാഗവും നന്നായിട്ട് കോൺഫ്ലേക്സ് വെച്ച് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
കോൺഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലേക്സ് ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാൻ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്തോളൂ. ആ ഒരു മുട്ടയും ആ ഒരു സൈഡിൽ പറ്റിച്ച ആ ഒരു മൈദയുടെ മിക്സൊക്കെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അനക്കാതെ വെക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ എണ്ണ നല്ലപോലെ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഉള്ളിൽ ആ ഒരു പാലിൻ്റെ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സാധാരണ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.